മുൻമന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിധി ഇന്ന്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം ലഹരിക്കേസ് പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയത് 1990-ൽ. SIR-ൽ ഇന്ന് നിർണായക യോഗങ്ങൾ. ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും യോഗം ഓൺലൈനായി ചേരും. രാഷ്ട്രീയ പ്രതിനിധികളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നേരിട്ട് കാണും. SIR-ൽ 15.9 ലക്ഷം ഹിയറിംഗ് നോട്ടീസുകൾ തയ്യാറായി. രേഖകൾ നേരിട്ടോ ഓൺലൈനായോ BLO-മാർക്കോ കൈമാറുന്നവർക്ക് നോട്ടീസ് നൽകില്ല. തൃശൂർ മറ്റത്തൂരിൽ വിമതരെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. തീരുമാനം KPCC പ്രസിഡന്റ് ഇടപെട്ട് വിമതരുമായി നടത്തിയ സമവായത്തിൽ. വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ BJP. കോർ കമ്മിറ്റി യോഗം മാരാർജി ഭവനിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കോൺഗ്രസും. ദ്വിദിന ക്യാമ്പ് നാളെ മുതൽ ബത്തേരിയിൽ. പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി ബിനീഷിനായി 5-ാം ദിവസവും തെരച്ചിൽ. പ്രതിക്കായി 4 ഭാഷകളിൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. പ്രതി രക്ഷപ്പെട്ടത് ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാലെന്ന ആരോപണം ശക്തം. 400-ഓളം അന്തേവാസികൾക്കായുള്ളത് 5 സുരക്ഷാ ജീവനക്കാർ മാത്രം. ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന ആക്ഷേപം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷമിയും ശ്രേയസ് അയ്യറും ടീമിലെത്തുമോ എന്നതിൽ ആകാംക്ഷ. ആദ്യ മത്സരം 11-ന് വഡോദരയിൽ.